first question is, a monopolist faces a linear demand curve. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. Monopolist faces a linear demand curve where P is equal to 100 minus 4Q, while his cost function is C equals 50 plus 20Q. The profit maximizing, ഇത് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. The profit maximizing output for this monopolist is option A 20, option B 5, option C 40 and option D 10. I repeat the question. A monopolist faces a linear demand curve where P is equal to 100 minus 4Q, while his cost function, that is C, is equal to 50 plus 20Q. The profit maximizing output എത്രയാണ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ചെയ്ത് കണ്ടുപിടിച്ചേ. It's very easy to find out. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിവിടെ P തന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിവിടെ P തന്നിട്ടുണ്ട് അല്ലെ. P എന്താ തന്നിരിക്കുന്നത്? 100 minus 4Q. ഇതാണ് നമുക്ക് P തന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂവും ടാബുലേറ്റഡ് ആകുന്ന ഏരിയ ഏതാണ്? അതായത് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും രണ്ടും കൺഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടും ഈക്വലൈസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണ്? അവിടെയാണ് ഇക്വിലിബ്രിയം ആക്ച്വലി വരിക. സോ ഇനീഷ്യലി നമുക്ക് മാർജിനൽ കോസ്റ്റ് കാണണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ടോട്ടൽ റവന്യൂ. സോ ഇവിടെ ആദ്യം നമ്മൾ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാം. സോ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ എന്താ? ഒരു സാധനം നമ്മൾ വിൽക്കുന്ന സമയത്ത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു പെന്ന് ഞാൻ വിറ്റു 10 രൂപയാണ് എനിക്ക് കിട്ടിയത്. സോ ഒരു പെന്ന് ഞാൻ വിറ്റു 10 രൂപ എനിക്ക് കിട്ടി. സോ 10 രൂപ, ദിസ് ഇസ് മൈ റവന്യൂ. ഇൻ ഷോർട്ട് ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് മൈ ടോട്ടൽ റവന്യൂ. സോ ഞാനിവിടെ എന്താ ചെയ്തത്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. സോ ഇവിടെ പ്രൈസ് എത്രയാ? 100 മൈനസ് 4Q. സെയിം പാറ്റേൺ ഞാൻ ഇവിടെ ചെയ്യുന്നു. പ്രൈസ് ഇവിടെ കിട്ടി. നൗ ഐ എം മൂവിങ് ഓൺ ഫോർ ക്വാണ്ടിറ്റി. സോ Q. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100 into Q, I got it as 100Q minus 4Q into Q, I got it as 4Q square. അപ്പൊ ടോട്ടൽ റവന്യൂ എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. Now what I have to do is marginal revenue കണ്ടുപിടിക്കണം. മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാനായി ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. We know that d by dx of differentiation of x എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ 100 into d by dq എഴുതും. കാരണം ഇവിടെ q ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓഫ് q എന്ന് പറഞ്ഞാൽ x ആയപ്പോൾ 1 ആണ്. ഇവിടെ x എന്ന് പറയുന്നത് തന്നെയാണ് q. സോ സ്വാഭാവികമായിട്ടും ഇതും എന്ത് തന്നെയാണ്? 1 ആയിരിക്കും. സോ 100 into 1 മൈനസ് 4 into ഇവിടെ d by dx ഓഫ് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണ്. സോ d by dq ഓഫ് q സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x പോലെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ അവിടെ q ഇട്ട് കൊടുക്കുന്നു. സോ 2q, which will give you the answer 100 minus 8q. അപ്പൊ നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞു. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഐ മീൻ സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് തന്നെയാണ്. നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നു. ടോട്ടൽ കോസ്റ്റ് ഇസ് ഗിവൺ ആസ് 50 plus 20Q. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നമ്മളിവിടെ മാർജിനൽ കോസ്റ്റ് കാണുന്നു. മാർജിനൽ കോസ്റ്റ് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. നമുക്കറിയാം ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 0 ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ടേം കൂടെ ഇല്ലാത്ത, അപ്പൊ സേ ഫോർ എക്സാമ്പിൾ 2x 3x
ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ എക്സ് പദങ്ങൾ കൂടെയുണ്ട്. ബട്ട് സപ്പോസ് വെൻ യു റൈറ്റ് 50, ഇവിടെ 50 അല്ലേ, ഇവിടെ എക്സ് പദം കൂടെയില്ല. സോ അതിൻ്റെത് ഡിഫറൻസിയേഷൻ 0 ആയിരിക്കും. പ്ലസ് 20 ഇൻറ്റു ഇവിടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. സോ ക്യൂയുടെ ഡിഫറൻസിയേഷനും 1. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 20. This is your fourth equation. Now we are equating marginal revenue with marginal cost. So 100 minus 8Q is equal to 20. Now ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കാൻ, കാരണം ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഐ എം ജസ്റ്റ് പ്ലഗിങ് ഇറ്റ്. സോ 100 minus 20 is equal to 8Q. മൈനസ് ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും. So when you deduct this, you will get 80 is equal to 8Q. Q is equal to 80 by 8, which is equal to 10. So 10 will be your right answer. Option D is your right answer. Am I clear? Is that clear for all?